അച്ചടക്ക ലംഘനം അതിനെ പറയാൻ പറ്റില്ല. അതേസമയം നമ്മളൊരു പൊതുതെരഞ്ഞെടുപ്പിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിലെ എല്ലാ ആളുകളുടെയും മനസ്സും യഥാർത്ഥത്തിൽ കേരള ജനസമൂഹത്തിന്റെ ചിന്തയും ഇവിടുത്തെ റിസൾട്ടിനെ തന്നെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഗൗരവത്തോടുകൂടി എല്ലാ ആളുകളും എടുക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു അച്ചടക്ക നടപടിയായിട്ട് നമുക്ക് എടുക്കാനേ പറ്റില്ല. അച്ചടക്കവും അല്ല, അച്ചടക്കത്തെക്കാൾ കൂടുതൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ തിണ്ണബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ സ്വകാര്യ സന്ദർശനം. അത് ആ അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി. മാത്രമല്ല, ഇവിടെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. പാർട്ടി എന്താണ് നിലപാട് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറഞ്ഞു. നമുക്ക് ഘടകകക്ഷികൾക്കും സ്ഥാനാർത്ഥിയേക്ക് പ്രൊജക്ട് ചെയ്തിട്ടുള്ള കോൺഗ്രസിനും ഒരുമിച്ച് ഉൾക്കൊള്ളാൻ കഴിയത്തക്ക വിധത്തിലുള്ള നല്ല സമീപനമാണ് ഇതുവരെ വന്നു പോയത്. ഇനിയും അതുതന്നെ ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പരിധിയിൽ വന്നതല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതല്ല, അത് രണ്ടാമത്തെ പ്രശ്നമാണ്. ഇവിടെ നമുക്കുള്ള നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം നമുക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കണം. ജയിക്കുന്നതിന് വേണ്ടിയുള്ള അവനവനെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ നടപടികളും ഫീൽഡിൽ ചെയ്യണം. ഇപ്പൊ നമ്മുടെ ആളുകളെല്ലാം ഫീൽഡ് നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി കൊണ്ടുപോവുകയാണ്. അതിന്റെ ഒരു ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. അതല്ലാതെ ശ്രീ രാഹുൽ മാങ്കൂട്ടം ചെയ്ത നടപടിയെ ഒറ്റപ്പെടുത്തി നമ്മൾ അതിനെക്കുറിച്ച് നോക്കേണ്ട കാര്യമില്ല. മുന്നണിയാണ്, മുന്നണിയുടെ പൊതുവായ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിന്റെ അഭിപ്രായം എന്ത് എന്നുള്ളത് മുന്നണിയുടെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോകും. അതാണ് ശരിയായ മാർഗം. നമ്മളിപ്പോൾ അതിലുള്ള വിവാദത്തിലേക്ക് പോകണ്ട. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ശ്രീ രാഹുൽ മാങ്കൂട്ടം തന്നെ അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ കൊണ്ട് അവസാനിച്ചു. നമ്മുടെ ലക്ഷ്യം എന്താ? ആത്യന്തികമായ ലക്ഷ്യം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് കേരളത്തെ രക്ഷിക്കാൻ ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ എതിർക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സ്ഥാനാർത്ഥിയെ മാത്രമല്ല, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ അംഗീകരിക്കാത്തവരും വിയോജിക്കുന്നവരും വിഷമമുള്ളവരും ദുഃഖമുള്ളവരും അവരുടെ എല്ലാം ഒരു കോമ്പിനേഷനാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ കോമ്പിനേഷൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും.